നമസ്തേ. എമ്പുരാൻ തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നുവെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുഖവാരികയായ ഓർഗനൈസർ. ഇരു സമുദായങ്ങൾ തമ്മിലെ ശത്രുത വളർത്തുന്ന സിനിമയാണ് എമ്പുരാനെന്ന് വാരികയുടെ ഓൺലൈൻ പതിപ്പിലെ ലേഖനത്തിൽ വിമർശിക്കുന്നു. എമ്പുരാൻ വിവാദം അപകടകരമായ പ്രവണത എന്ന തലക്കെട്ടിലാണ് ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ചത്. തിങ്കളാഴ്ച രാത്രി 8:30 ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. 2002 ഗുജറാത്ത് കലാപത്തിന്റെ ഏകപക്ഷീയമായ ചിത്രീകരണം മാത്രമല്ല ചിത്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കാൻ കാരണമെന്ന് പുതിയ ലേഖനത്തിൽ പറയുന്നു. ചിത്രം സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകാൻ ശ്രമിക്കുന്ന സന്ദേശമാണ് ആശങ്ക ഉയർത്തുന്നത്. വികലവും ഭിന്നിപ്പിക്കുന്നതുമായ ആഖ്യാനത്തിലൂടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലെ ശത്രുത അപകടകരമാം വിധം വളർത്തുന്ന സിനിമയാണിത്. ചിത്രത്തിലെ സംഭവങ്ങൾ യഥാർത്ഥ ലോകത്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവാമെന്ന് ലേഖനത്തിൽ പറയുന്നു. ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കൊലപാതകത്തിനും ആക്രമണത്തിനും ചിത്രം പ്രേരിപ്പിക്കുന്നു. പ്രതികാരത്തിന്റെ പേരിൽ അത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കുന്നു. സർക്കാരിനെതിരായ വികാരങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും അക്രമ പ്രവർത്തനങ്ങൾ പ്രചോദനം നൽകുന്നതുമാണ് സിനിമയെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. രാജ്യത്തെ പ്രധാന തീവ്രവാദ വിരുദ്ധ ഏജൻസിയായ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ലോഗോ ദുരുപയോഗം ചെയ്തു. രാജ്യത്തെ ചില ഇസ്ലാം ഇടത് ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന പ്രചാരണത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് NIA പോലുള്ള ഏജൻസികളുടെ ചിത്രീകരണം. തീവ്രവാദികളെ ന്യായീകരിക്കുന്നതും മഹത്വവൽക്കരിക്കുന്നതുമാണ് ചിത്രം. ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിച്ച കഥാപാത്രം സയ്യിദ് മസൂദിനും മൗലാന മസൂദ് അസറുമായുള്ള സാമ്യം യാദൃശ്ചികമോ അതോ ഗൂഢപദ്ധതിയുടെ ഭാഗമോ എന്ന ചർച്ച സിനിമ കണ്ടവർക്കിടയിലുണ്ട്. ഭീഷ്മപർവം, മുംബൈ പോലീസ് എന്നീ സിനിമകളിൽ നാവികസേനാ ഉദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിക്കുന്നതായും ലേഖനത്തിൽ ആരോപണമുണ്ട്. ഉണ്ട മാവോവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഭീഷ്മപർവം അടക്കം മലയാളം, തമിഴ് സിനിമകൾ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. 2022 കേരള എക്സൈസ് ഉദ്യോഗസ്ഥർ പൃഥ്വിരാജ് സുകുമാരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തി. കൊക്കൈൻ, LSD സ്റ്റാമ്പുകൾ, കഞ്ചാവ് എന്നിവയുൾപ്പെടെ വലിയ അളവിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതായി കണ്ടെത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അറസ്റ്റിലായ നുജും സലീം സംസ്ഥാനത്തെ പ്രധാന വിതരണക്കാരിൽ നിന്ന് മയക്കുമരുന്ന് ശേഖരിക്കുന്നുണ്ടെന്ന് അധികൃതർ സ്ഥിരീകരിച്ചുവെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. റീ എഡിറ്റ് ചെയ്തിട്ടും എമ്പുരാൻ സിനിമ ദേശവിരുദ്ധമെന്ന് ഓർഗനൈസർ ഇതിനു മുന്നേ പറഞ്ഞിരുന്നതാണ്. സിനിമയുടെ റീ എഡിറ്റിന് ശേഷവും ഹിന്ദു വിരുദ്ധതയും ക്രിസ്ത്യൻ വിരുദ്ധതയും നിലനിൽക്കുന്നുവെന്നും യുവാക്കളെ ഭീകരവാദത്തിലേക്ക് സ്വാധീനിക്കുന്ന സിനിമയാണിതെന്നും ഓർഗനൈസർ അന്ന് പറയുകയുണ്ടായി. പേരുകളും സംഭാഷണങ്ങളും മാറ്റം വരുത്തിയിട്ടും സിനിമയിലൂടെ ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശിയെന്നും ലേഖനത്തിൽ അന്നവർ പറഞ്ഞിരുന്നു. പൃഥ്വിരാജിന് പുറമെ മുരളി ഗോപിയെയും ലേഖനം വിമർശിക്കുന്നുണ്ട്. മുരളി ഗോപി രാജ്യത്തെ ഭരണകൂടത്തെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അരാജകത്വം നിറഞ്ഞതാണ്. അതിനാൽ ദേശവിരുദ്ധ ശക്തികളുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും ഓർഗനൈസർ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ വിവിധ ഏജൻസികൾ എമ്പുരാൻ നിർമ്മാതാക്കൾക്കും പൃഥ്വിരാജിനും ഏതെങ്കിലും ഭീകര സംഘടനകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. ചിലവാക്കിയ തുക, മറ്റേതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ തുടങ്ങി പല കാര്യങ്ങളിലും അന്വേഷണം നീളുമ്പോഴും എമ്പുരാൻ വിവാദങ്ങൾ കെട്ടടങ്ങില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴും ഉയർന്നുവരുന്ന വിമർശനങ്ങൾ.